വർഷം 2022 ജാനുവരി 4. സാധാരണ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം തൻ്റെ പാടത്തേക്ക് വരികയാണ് ബൻവർ സിംഗ്. പാടത്ത് വന്ന് തൻ്റെ കൃഷി സ്ഥലങ്ങളിൽ വെള്ളമൊഴിക്കുകയും ആ ഒരു കൃഷി കാര്യങ്ങൾ നോക്കുകയാണ് സാധാരണഗതിയിൽ ബൻവർ സിംഗ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി മോട്ടോർ റൂമിലേക്ക് പോയി മോട്ടോർ ഓണാക്കുന്ന സമയത്ത് വലിയൊരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാവുകയാണ്. ആ ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് തൊട്ടടുത്ത പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ സുഹൃത്ത് ലാൽ സിംഗ് ഓടി ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. ആ ഒരു സ്ഥലത്ത് വരുമ്പോൾ ലാൽ സിംഗ് കാണുന്നത് ബൻവർ സിംഗിന്റെ തല വേറൊരു സ്ഥലത്തും അതുപോലെ തന്നെ കൈ വേറൊരു സ്ഥലത്തുമായിട്ട് വിച്ഛേദിച്ച രീതിയിലാണ് കാണുന്നത്. ഈ ഒരു സംഭവം പെട്ടെന്ന് തന്നെ അവിടെ വലിയ രീതിയിൽ പ്രചരിക്കുകയും അവിടെ പോലീസ് വന്ന് അന്വേഷണം നടത്തുകയും ചെയ്യുകയാണ്. ഈ ഒരു അന്വേഷണം നടത്തുമ്പോൾ അവിടെ ഒരു വലിയൊരു കേസിന്റെ ചുരുളഴിയുകയാണ് ചെയ്യുന്നത്. ആ ഒരു കഥയെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് അഖിലേഷ് ചന്ദ്രസേന. ഈ ഒരു സംഭവം നടക്കുന്ന മധ്യപ്രദേശിലെ ബിൽബാഗ് എന്ന് പറയുന്ന വില്ലേജിലാണ്. സംഭവം നടന്നതിന് ശേഷം അവിടെ പോലീസ് എത്തുകയും അന്വേഷണം നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ അന്വേഷണം നടത്തുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് വലിയൊരു പേടി ഉണ്ടാവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു 6 മാസം മുമ്പ് ഈ ലാൽ സിംഗിന്റെ പാടത്തും ഇതേപോലൊരു സ്ഫോടനം നടക്കുകയുണ്ടായി. ഈ വില്ലേജിലുള്ള ആളുകളെല്ലാം വിചാരിച്ചിരുന്നത് ഇതൊരു ടെററിസ്റ്റ് അറ്റാക്കാണ്. അതും ഇവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഫാമേഴ്സിനെയാണ്, ഈ കൃഷിക്കാരെയാണ് ഇതേപോലെ ടാർഗറ്റ് ചെയ്തതെന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കൃഷിക്കാർക്കെല്ലാം അവിടെ ജീവിക്കുന്നതിനോട് പേടിയായി തുടങ്ങിയാണ്. അതിന് തന്നെ വലിയൊരു സംഘടന രൂപീകരിക്കുകയും വലിയൊരു പ്രക്ഷോഭം ഉണ്ടാക്കുകയും ഒരു പ്രക്ഷോഭം പോലീസുകാർക്ക് വലിയൊരു തലവേദനയാവുകയാണ്. അങ്ങനെ വലിയ രീതിയിൽ മേലിൽ നിന്നുള്ള പ്രഷർ വന്നതുമൂലം തന്നെ ഈ പോലീസുകാർ ഒരു പ്രത്യേക സംഘം രൂപീകരിക്കുകയും ഈ ഒരു കേസ് വലിയ രീതിയിൽ അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പോലീസ് സംഘം ആദ്യം തന്നെ ഈ നാട്ടിൽ പ്രചരിപ്പിക്കുകയാണ്, ഈ കേസിന് വേണ്ടി എന്തെങ്കിലും സഹായിക്കുന്നവർക്ക് 10,000 രൂപ റിവാർഡ് കൊടുക്കുക എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ ആ ഒരു നാട്ടിൽ പ്രചരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നാട്ടിലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ രാത്രിയിൽ മഫ്തിയിലും രാപ്പകലിൽ നിന്നില്ലാത്ത രീതിയിൽ ഈ ഒരു കേസിന്റെ പുറകിൽ നടക്കുകയാണ്. അങ്ങനെ ഇവർ അന്വേഷിക്കുന്ന സമയത്ത് ആ ഒരു നാട്ടിൽ നിന്നും ഒരു കുടുംബം മാത്രം ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായതിന് 2 ദിവസങ്ങൾക്ക് ശേഷം മിസ്സിംഗ് ആവുകയാണ്. ആ ഒരു കുടുംബത്തെ അന്വേഷിച്ച് ചെല്ലുന്നത് തൊട്ടപ്പുറത്തുള്ള ഒരു വില്ലേജിലേക്കാണ്. സുരേഷ് ലോധയും ഭാര്യയുമാണ് ഈ മിസ്സിംഗ് ആയ കുടുംബം. അങ്ങനെ സുരേഷ് ലോധയെ ചെന്ന് കണ്ട് ഈ ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ വലിയൊരു ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ ഒരു ക്രിമിനലിൻ്റെ അടുത്ത് ചോദ്യം ചെയ്യുന്ന രീതിയിലൊന്നും ഈ സുരേഷ് ലോധയോട് ചോദ്യം ചെയ്തില്ല. കാരണം ഇവർക്ക് സംശയമുണ്ട്, എന്നിരുന്നാലും ഈ ഇദ്ദേഹമാണ് കുറ്റവാളി എന്നുള്ളൊരു രീതിയിലൊന്നും അവർക്ക് ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നടന്നത് നിങ്ങൾക്കറിയാമോ, അതുപോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് മാറാൻ കാര്യങ്ങൾ എന്നൊക്കെയുള്ള രീതിയിലാണ് ചോദ്യം ചെയ്യുന്നത്. പക്ഷേ ഈ സുരേഷ് ലോധ കൊടുക്കുന്ന ഉത്തരങ്ങളിലൊന്നും പോലീസുകാർക്ക് ഒരു തൃപ്തിയില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുരേഷ് ലോധയുടെ ഉത്തരങ്ങളും അതുപോലെ തന്നെ പ്രവൃത്തികളും ഭയങ്കര രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ തന്നെ സുരേഷ് ലോധയുടെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയാണ്. പക്ഷെ ഭാര്യ ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ സുരേഷ് ലോധയുടെ എല്ലാ ധൈര്യവും അവിടെ ചോർന്നു പോവുകയാണ്. കാരണം തന്നേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യയെ പോലീസുകാർ ചോദ്യം ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ സുരേഷ് ലോധ നടന്ന കാര്യങ്ങളെല്ലാം കുറ്റസമ്മതം നടത്തുകയാണ്. പക്ഷേ ഈ കുറ്റസമ്മതം നടത്തുന്ന സമയത്ത് പോലീസുകാർക്ക് ഓരോ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ തന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ ആരാണ് ഇതിനകത്ത് കുറ്റവാളി എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ ആവുകയാണ്. സുരേഷ് ലോധ തൻ്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പോലീസുകാരെ വിവരിക്കുകയാണ്. ഈ ഒരു കഥ നടക്കുന്നത് ബൻവർ സിംഗ് മരിക്കുന്നതിന് ഏകദേശം 1 വർഷം മുമ്പാണ്. സാധാരണ രീതിയിൽ തൻ്റെ കൃഷിയിടങ്ങളിൽ കൃഷിക്കാര്യങ്ങൾ നോക്കി നടത്തുകയായിരുന്നു സുരേഷ് ലോധ. അപ്പോൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് വലിയൊരു ശബ്ദം കേൾക്കുകയാണ്. ഭാര്യയുടെ ഒരു നിലവിളിയും അതുപോലെ തന്നെ എന്തൊക്കെയോ തട്ടിമറിച്ചിരുന്ന ശബ്ദങ്ങൾ കേട്ട് ഓടി ആ ഒരു ഭാഗത്തേക്ക് എത്തുകയാണ്, വീട്ടിലോട്ട് ഓടി എത്തുകയാണ്. കാരണം അവിടെ എന്തെങ്കിലും പാമ്പ് കയറിയോ ചേര കയറിയോ ആ ഒരു പേടിയിലാണ് ഓടി ചെല്ലുന്നത്. ഇത് കണ്ട് ഭാര്യ കരഞ്ഞു എന്നുള്ള രീതിയിലാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ സുരേഷ് ലോധ കാണുന്ന കാഴ്ച 3 പേർ ചേർന്ന് തൻ്റെ ഭാര്യയെ പിടിച്ച് കെട്ടി നിർത്തിയിരിക്കുകയും ഓരോരോ തുണികളായിട്ട് അഴിച്ചു മാറ്റുകയും ചെയ്യുന്നതാണ് കാണുന്നത്. ഈ ഒരു കാര്യം കണ്ട സുരേഷ് ലോധ തൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ ചെല്ലുമ്പോൾ ബൻവർ സിംഗ് അതുപോലെ തന്നെ ലാൽ സിംഗ് ഇവരുടെ സുഹൃത്തായിരിക്കുന്ന ദിനേശ് ലോധ എന്ന് 3 പേരും കൂടി ചേർന്ന് സുരേഷ് ലോധയെ അടിച്ച് വീഴ്ത്തുകയും സുരേഷ് ലോധയെ അവിടെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സുരേഷ് ലോധ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി സുരേഷ് ലോധയുടെ വായിൽ തുണി കുത്തി നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ഭർത്താവും ഒരിക്കലും കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെ സ്വന്തം ഭാര്യയെ സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട സുരേഷ് ലോധയ്ക്ക് ഒന്ന് നിലവിളിക്കാനോ അതുപോലെ തന്നെ ഇവരെ തടയാനോ ഒന്നും സാധിക്കുന്നില്ല. കാരണം ഇദ്ദേഹത്തെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവരുടെ ഈ ഒരു തോന്നിവാസങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സുരേഷ് ലോധയോട് പോകുന്നതിന് മുമ്പിട്ട് ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നീ വെറും കീഴ്ജാതിക്കാരനാണ്,
നിനക്ക് ഇത്രയും നല്ലൊരു ഭാര്യ അനുഭവിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അനുഭവിച്ചതിന് ശേഷം മാത്രം നീ അനുഭവിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറയുകയുണ്ടായി. നീ ഈ ഒരു കാര്യം പുറത്തു പറയുകയോ അതുപോലെ കംപ്ലൈന്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അറിയാലോ, ഞങ്ങൾ മേൽജാതിക്കാരാണ്, പോലീസ് സ്റ്റേഷനിൽ തന്നെ ഞങ്ങൾക്ക് എന്തുമാത്രം പിടിപാടുണ്ടെന്ന് നിനക്കറിയാലോ എന്നുള്ള രീതിയിൽ വാൺ ചെയ്തിട്ടാണ് പോകുന്നത്. അതുമാത്രമല്ല, തൻ്റെ ഭാര്യയുടെ ഈ ഒരു അവസ്ഥ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ മറ്റുള്ളവർ ഏത് രീതിയിൽ കാണുമെന്നുള്ളൊരു പേടി കാരണവും സുരേഷ് ലോധ ഇത് ആരോടും പറയുന്നില്ല. അതിനുശേഷം സുരേഷ് ലോധ ഭാര്യയുടെ അടുത്ത് നിന്ന് മാറാതായി. കാരണം എന്ന് വെച്ചാൽ ഈ ഭാര്യയുടെ അടുത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമോ ഭാര്യ എന്നുള്ളൊരു പേടിയൊക്കെ മൂലം സുരേഷ് ലോധ 24 മണിക്കൂറും ഭാര്യയുടെ കൂടെ തന്നെ, ഭാര്യ ഒന്ന് നോർമൽ ആകുന്നതുവരെ സുരേഷ് ലോധ ഭാര്യയുടെ അടുത്ത് തന്നെ നിന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ഒരു സമയത്ത് വേറൊരു പ്രതികാരത്തിന്റെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഭാര്യ ഒന്ന് നേരെ ആയതിനു ശേഷം തൻ്റെ പ്രതികാരം അവിടെ തുടങ്ങുകയാണ്. ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി തന്നെയും അതുപോലെ തന്നെ തൻ്റെ സുഹൃത്തുക്കളുടെ കുറച്ച് പേരുടെ സഹായത്തോടു കൂടി ഈ ഒരു ബോംബ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച് സുരേഷ് ലോധ പഠിക്കുകയാണ്. അതിനുശേഷം ആദ്യം തന്നെ ലാൽ സിംഗിന്റെ പാടത്താണ് ആദ്യം ഒരു ബോംബ് സ്ഥാപിക്കുന്നത്. വലിയൊരു എക്സ്പ്ലോസീവ് അല്ലാത്തത് കൊണ്ട് തന്നെ ലാൽ സിംഗിന് അതൊരു ജീവഹാനിയിലോട്ട് പോയില്ല. എന്തോ ലാൽ സിംഗിന്റെ ഭാഗ്യം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കണ്ണും അതുപോലെ ശരീരത്തിന് സാരമായുള്ള രീതിയിൽ പരിക്കേൽക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് ഈ സുരേഷ് ലോധയ്ക്ക് മനസ്സിലായി ഈ ഒരു ബോംബ് പോരാ, കുറച്ചും കൂടി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ബോംബ് ഉണ്ടാക്കിയാൽ മാത്രമേ ഒരാളെ കൊല്ലാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കി കുറച്ചും കൂടി വലിയ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ബോംബ് ഉണ്ടാക്കി ബൻവർ സിംഗിന്റെ ഇതേപോലെ മോട്ടോർ റൂമിൽ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഞാൻ ആദ്യമേ ഇൻട്രോയിൽ പറഞ്ഞ രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുന്നതും ബൻവർ സിംഗിന് മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു കാര്യങ്ങളിലും കഥകളും എല്ലാം കേട്ടതിന് ശേഷം പോലീസുകാർക്ക് തന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലോട്ട് പോവുകയാണ്. കാരണം ഈ സുരേഷ് ലോധ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇവരെ വധിക്കാൻ ശ്രമിച്ച സുരേഷ് ലോധയെ അറസ്റ്റ് ചെയ്യണോ, അതോ ഈ ഭാര്യ നശിപ്പിച്ച ബാക്കി 2 പേരെ അറസ്റ്റ് ചെയ്യണമെന്ന്. പക്ഷെ നിയമത്തിൻ്റെതായ രീതിയിൽ തന്നെ പോകാൻ പോലീസുകാർ നിർബന്ധിതരാവുകയാണ്. അങ്ങനെ ഈ പീഡന കേസിലുണ്ടായിരുന്ന ബാക്കി 2 പേരെയും അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ കൊലപാതകം നടത്തിയതിന്റെ പേരിൽ സുരേഷ് ലോധയും അറസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ 3 പേരും ജയിലിലാണ്, ശിക്ഷ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ശിക്ഷയുടെ കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു 3 പേരുടെ ഒരു സമയത്ത് തോന്നിവാസം കാരണം 2 വിലപ്പെട്ട ജീവിതങ്ങളാണ് നഷ്ടമായിരിക്കുന്നത്. അവർക്ക് അവരുടെ നല്ലതായ ജീവിതം ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ മറ്റൊരാളെ ഇദ്ദേഹത്തെ അന്വേഷിച്ച് പുറത്തുമാണ് ഇപ്പോൾ താമസിക്കുന്നത്. എന്തിനാണ് നമ്മുടെ ഈ രാജ്യത്ത് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. കീഴ്ജാതി, മേൽജാതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. 2024 ആയിട്ട് പോലും പല ഉൾഗ്രാമങ്ങളിലും നടക്കുന്നുണ്ട്. നമ്മളിതൊന്നും അറിയുന്നില്ലെന്ന് മാത്രം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.